എന്താണ് ഇറാൻ ഇസ്രായേൽ വാറിൽ ടർക്കിക്ക് ഇത്ര ഭയമുണ്ടാകാൻ കാരണം എന്താ? കാരണം ഹമാസ് ഇസ്രായേൽ വാർ സമയത്ത് ടർക്കിക്ക് ഇത്ര ഭയമില്ല. പിന്നീട് ലെബനൻ, സിറിയ രണ്ടിടത്തെയും ഈ ഭരണകൂടങ്ങളെ മാറ്റി. അപ്പോഴാണ് ടർക്കിക്ക് ഭയം തുടങ്ങിയത്. കാരണം ശരിക്കും മനസ്സിലാകാൻ തുടങ്ങിയ ഉറുദുഗോന് ഈ പോക്ക് പോവുകയാണെങ്കിൽ മാറാൻ പോകുന്ന ടർക്കിഷ് ഭരണകൂടം മാറും. അതായിട്ട് കാര്യം. അവസാനം ഇപ്പം ടർക്കി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇറാൻ കാലയെ പിടിക്കുമ്പോൾ മാറ്റരുത്, ബോംബിങ് നിർത്താൻ പറയുമ്പോൾ ഇറാൻ്റെ അത്രയും തന്നെ ഭയമാണ് ഉറുദുഗോന്. കാരണം അടുത്ത അയാളായിരിക്കും. ഇതാണ് അതിൻ്റെ കാര്യം. അതിന് പല കാരണങ്ങളുള്ള പല റീസൺസ് ഉണ്ട്. ഏറ്റവും പ്രധാനം ടർക്കിയിൽ നടക്കുന്ന ഇൻറ്റേർണൽ ഇഷ്യൂ ആണ്. അവിടെ ഇലക്ഷൻ അവസാനം നടന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മേയർമാരുടെ ഇലക്ഷനിൽ ഈ ഉറുദുഗാൻ്റെ പാർട്ടി വല്ലാതെ തോറ്റുപോയി. പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. അതിൻ്റെ നേതാവിനെ പിടിച്ച് ജയിലിലടച്ചു. ജനങ്ങൾ മുഴുവനും തെരുവിലിറങ്ങി. പിന്നെ കർഡിഷ് പാർട്ടി അവരതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ചുറ്റടുത്തുള്ള ഗ്രീസ്, സൈപ്രസ്. കഴിഞ്ഞിടയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി സൈപ്രസ് സന്ദർശനം നടത്തി കഴിഞ്ഞപ്പോൾ ടർക്കി ഓക്കുപ്പൈ ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ ഭാഗത്ത് പോയി. അത് ബേസിക്കലി ടർക്കിക്ക് പേടിയുണ്ടാക്കി. കാരണം ടർക്കി ഇസ്ലാമിക രാജ്യങ്ങളുടെ ഗോഡ് ഫാദർ ആണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതിൻ്റെ പേരിലാണ് പാകിസ്ഥാന് സഹായം കൊടുത്തത്. ഡ്രോൺസും അതും ഇതും എല്ലാം ഇത് സഹായിക്കുന്നു. മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളോട് അവർ സെക്യൂരിറ്റി കൊടുത്തേക്കാവെന്ന് പറയുന്നത് നാറ്റോ രാജ്യങ്ങളുമായിട്ട് ഉടക്കായി. കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ഈ ടർക്കിയും റഷ്യയും തമ്മിൽ അടിയുണ്ടായി. റഷ്യ കയറി ശരിക്കും അങ്ങ് ടർക്കി അങ്ങ് പൂരിച്ചു. അവസാനം ടർക്കി മാപ്പൊക്കെ ചോദിച്ചിട്ടാണ് പിന്മാറിയത്. ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉറുദുഗോൻ എന്ന് പറയുന്ന ഒരു മതവെറിയൻ, അയാൾക്ക് ഭയം തട്ടി തുടങ്ങി. ഇറാൻ മാറിക്കഴിഞ്ഞാൽ അടുത്തത് ഉറുദുഗാൻ്റെ തലയാണ് ഇവരെടുക്കുന്നത്. ഇനിയും ഈ ടെഹ്റാനിൽ നടന്ന സ്ഫോടനമോട്ട് 5ഓളം കാറുകളിൽ നടന്ന, അതായത് കാർ ബോംബ് സ്ഫോടനം, ഇതൊക്കെ ടർക്കിയിൽ ഈസ്റ്റാംബുളിലോ അങ്കേരയിലോ നടത്താൻ വേണ്ടി ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇസ്രായേലിനറിയാം ടർക്കി ഒരു സമയത്ത് പൊട്ടൻഷ്യൽ ശത്രു തന്നെയാണ് ഇസ്രായേലിൻ്റെ. കാരണം ജിഹാദുമായിട്ട് നടക്കുന്ന രാജ്യമാണ് ടർക്കി. അതിൻ്റെ ഇപ്പോഴത്തെ നേതാവ്. വലിയൊരു ശതമാനം ടർക്കിയിലുള്ള ജനങ്ങൾക്ക് ഈ പറയുന്ന ഇസ്ലാമിക രീതിയിലോട്ട് ടർക്കിയെ കൊണ്ടുപോയതിനോട് യോജിപ്പില്ല. കാരണം സാമ്പത്തികമായിട്ട് തകർന്നു, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം വളരെ മോശമായി. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ടർക്കി എന്ന് പറഞ്ഞ രാജ്യം ഈ ഉറുദുഗോനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പാകിസ്ഥാനേക്കാളും മോശമായ എക്കോണമി ആയിട്ട് മാറും. ഇത് ഞാനൊന്നുമല്ല പറഞ്ഞേ, ടർക്കിയിലുള്ള എക്കണോമിസ്റ്റുകൾ തന്നെയാണ് പറയുന്നത്. പല വെസ്റ്റേൺ കൺട്രീസുമായിട്ട് ടർക്കിയുടെ ബന്ധം ശരിയല്ല. ഫ്രാൻസുമായിട്ട് ശരിയല്ല, ജർമ്മനിയുമായിട്ട് ശരിയല്ല. കാരണം അവിടെയൊക്കെ ഉണ്ടാകുന്ന ഇസ്ലാമിക ഭീകര അറ്റാക്കുകളെ ഒന്നും ടർക്കി തള്ളി പറയുന്നില്ല. സ്വീഡനുമായിട്ട് വളരെ മോശമായ ബന്ധം, അവിടെ ഖുറാൻ കത്തിച്ച ഇഷ്യൂ. ഇപ്പോൾ UK മോശമായ ബന്ധം. കാരണം ടർക്കിയിൽ നിന്നുള്ള ആൾക്കാർ കൂടുതലും UK ബോർഡറിലോട്ടാണ് ഇത് കയറുന്നത്. ഇപ്പോൾ ടർക്കിക്ക് അടുത്ത പേടി എന്ന് പറയുന്നത് ഈ ഇറാനിലുണ്ടാകുന്ന അവിടുന്ന് ആൾക്കാർ പലായനം ചെയ്യാൻ തുടങ്ങി. ഏറ്റവും തമാശയെന്ന് പറയുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ബോർഡറൊക്കെ അടച്ചു. കാരണം ആൾക്കാർ അങ്ങോട്ട് വരുക. അവിടുന്ന് പഠിക്കാൻ പോയ സ്റ്റുഡൻസിനെ മാത്രം കടത്തി ഇവിടെ ബോർഡർ കംപ്ലീറ്റ് ഒക്കെ സീൽ ചെയ്തു. അതേപോലെ മറ്റുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ ബോർഡർ സീൽ ചെയ്തു. ടർക്കിക്ക് പേടി ഇറാനിലുള്ളവരെല്ലാം കൂടെ കയറി അങ്ങോട്ട് വരും. ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ. എന്തുവേണേൽ ടർക്കി കിടന്ന് സിറിയയുമായിട്ട് നല്ല ലോഹിതി, പെട്ടെന്ന് അൽ സഹാറയുമായിട്ട് ലോഹിതി പോയിൻ്റെ കാര്യം. കാരണം സിറിയയിൽ നിന്ന് വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് സിറിയൻസിനെ തിരിച്ചുവിടണം. ലെബനനിൽ വരെ തിരിച്ചുവിടണം. ഇതാണ് അവരുടെ ഇഷ്യൂ. കാരണം രാജ്യം തകരുകയാണ്. കാരണം ഇവർ വന്നിട്ട് അവിടെ അലമ്പാക്കുക, അലം വെച്ച് വെറും അലമ്പാക്കുക. അതിനെ കൺട്രോൾ ചെയ്യാൻ അവിടുത്തെ പോലീസിനും പട്ടാളത്തിനും കഴിയുന്നില്ല. പിന്നെ മറ്റേ കർഡിഷ് ഇഷ്യൂ കയറി വന്നേക്കുവാണ്.
പിന്നെ ബോർഡർ ഡിസ്പ്യൂട്ട് അത് കയറി വന്നിരിക്കുകയാണ്. അവിടെ ഇസ്ലാമിക രാജ്യം വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരായി ഇസ്ലാം വിശ്വാസികൾ കയറി വന്നിരിക്കുകയാണ്. ഈ എല്ലാ രീതിയിലും ഉറുദുകാര് ഭയമായി. അതിനിടയ്ക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ പോയി ഇന്ത്യയുമായിട്ട് കയറി കോർത്തു. ഇത് മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ്. ടർക്കിക്ക് അതാണ് ഭയം. എക്കോണമി മാത്രമല്ല, അൺഎംപ്ലോയ്മെൻറ്റ് മാത്രമല്ല, അവിടുത്തെ ഇൻറ്റേർണൽ ഇഷ്യൂ. കാരണം വലിയൊരു വിഭാഗം ജനങ്ങൾ ഉറുദുഗോനെതിരായി, ആ പാർട്ടിക്കെതിരായി, ആ ഭരണത്തിനെതിരായി. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂ വരുമ്പം ഇറാൻ കഴിഞ്ഞ് അടുത്തത് ഇയാളെ മാറ്റുമോ എന്നുള്ള പേടിയായി. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. ഈ ടർക്കി എന്ന് പറയുന്ന ഇവിടുത്തെ സുഡാപ്പുകൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പറയുന്ന ഇസ്ലാമിക സ്നേഹം കൊണ്ട് ഒഴുകുന്ന രാജ്യമൊന്നുമല്ല. പല ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്ലാമിനെ മുമ്പിൽ വെച്ച് കളിക്കുന്നത് അവിടെ ഭരണം നിലനിർത്താൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ചില ജമാഅത്തിക്കാരനും SDPക്കാരനും ഫണ്ട് ചെയ്യും. കാരണം അവിടെ മറ്റുള്ള രാജ്യത്ത് പ്രശ്നമുണ്ടാക്കാൻ, വിദ്വേഷം വളർത്താൻ. ഇതൊക്കെ അവരുടെ ഒരു നോമിനലായിട്ടുള്ള സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ടർക്കി എന്ന് പറഞ്ഞ രാജ്യം ഈ ഇസ്രായേലുമായിട്ട് കയറി മുട്ടുവന്ന്? ഈ പറയുന്ന മറ്റുള്ള നാറ്റോ രാജ്യങ്ങളും അതിൻ്റെ ഈ ടർക്കിയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ അമേരിക്കൻ ബേസൊക്കെ വെറുതെ വിചാരിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ടർക്കി പൊട്ടി അങ്ങ് തെറിക്കും എല്ലാ രീതിയിലും. ആ രീതിയിൽ ഇസ്രായേൽ അതിനെ ആക്കി വെച്ചിട്ടുണ്ട്. മൊസാദ് ഭയങ്കര ഗെയിം പ്ലാനറാണ്. കാരണം അവർ പലതും നോക്കിക്കണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുക. കാരണം October 7 അവർക്ക് അബദ്ധം പറ്റി. അതിൻ്റെയാണ് കടം തീർക്കുകയാണ്, പേ ബാക്കാണ് ഈ സംഭവങ്ങൾ. അതിൻ്റെ ഭാഗത്ത് ടർക്കിയെ വരെ ഇവർ ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വാറൊക്കെ ഉണ്ടായിട്ട് ഈ ടർക്കി അവരുടെ സാധനങ്ങളൊക്കെ പാകിസ്ഥാന് കൊടുത്തു? എന്തുകൊണ്ടാണ് കാര്യമായിട്ട് ഓപ്പണായിട്ടോ അല്ലാതെ ഒന്നും ഇറാനോ ഹമാസിന് ഇവർക്കൊന്നും കൊടുക്കാത്തതിൻ്റെ കാര്യം എന്തുവാ? പേടിയായി. ഇത് ബേസിക്കലി അമേരിക്കയെ പേടിയാണ് ഇവർക്ക്. ഇപ്പം കാരണം ഇന്ത്യ ടർക്കിയുമായിട്ട് അകന്നു കഴിഞ്ഞു പല രീതികളിൽ. കാരണം പാകിസ്ഥാനെ വല്ലാതെ കയറി ടർക്കി സഹായിച്ചു പല രീതിയിലും. അവരുടെ വാർഷിപ്പ് വരുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുക, വെപ്പൺസ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു, ടർക്കിഷായിട്ടുള്ള ആൾക്കാരെ, പട്ടാളക്കാരെ ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിൽ കൊണ്ടുവരുന്ന എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ഒരു വൃത്തികെട്ട രാജ്യം. അത് ഇസ്ലാമെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് സുഡാപ്പി ആ എലമെൻറ്റോട് കയറിയിട്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ തലതൊട്ടപ്പൻ, അതായത് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് ഫാദർ ആകാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല രാജ്യങ്ങളും ടർക്കിയെ നോക്കി വെച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ടർക്കിഷ് പൗരന്മാർക്ക് വിസ ഇപ്പോൾ കൊടുക്കുന്നില്ല, പേടിച്ചിട്ട് വേണ്ടാന്ന് വെച്ചു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ടർക്കിക്ക് വളരെ കർശനമായ ഉപാധികളാണ് വെച്ചിരിക്കുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ടർക്കിഷ് പൗരന്മാരെ കണ്ടാൽ ഈ കയറ്റിവിടുന്ന കൂട്ടത്തിൽ, ഡീപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ടർക്കിഷ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ബേസിക്കലി ടർക്കിക്കുണ്ടായ അബദ്ധം. ഈ ഉറുദുഗാൻ വന്ന ആദ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിനെ ഇസ്ലാമിക രാജ്യം നാശമാക്കി മറ്റുള്ള എലമെൻറ്റ്സ്, ആൻറ്റി ടർക്കി എലമെൻറ്റ്സും കർദിഷ് പാർട്ടിയും അതും ഇതും എല്ലാം കൂടെ കയറി അതിനെ ചളവാക്കി. അവസാനം സുന്നിയാണോ ഷിയാണോ കർദിഷാണോ നോൺ കർദിഷാണോ ആ രീതിയിലാക്കി ടർക്കിയെ മാറ്റി. കാരണം ഗ്ലോബലായിട്ട് ശരിക്കും അവർക്ക് സാമ്പത്തികം എന്ന് പറയുന്നുണ്ടായത് ഈ ടൂറിസം. ഇപ്പം നോൺ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അവിടെ പോകാതായി പേടിച്ചിട്ട്. കാരണം വല്ലാത്ത നിയമങ്ങൾ, കർശന ഉപാധി. കാരണം ഈ ഹാർഡ് കോർ ഇസ്ലാമിക രാജ്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. എന്നാൽ ഇസ്താംബൂളിലൊക്കെ ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ബാറുകളിനകത്ത് സെർവ് ചെയ്യുന്ന ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. കാരണം ഇവരുടെയൊക്കെ ജോലിയെ ബാധിക്കുന്ന രീതിയിലാണ് ഈ ഉറുദുകാൻ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. ആളുകൾ ജോലി ചെയ്താലല്ലേ ശമ്പളം കിട്ടുള്ളൂ. അല്ലാതെ ഈ മതം പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? അതായത് ഗ്ലോബലായിട്ടൊരു ഫിലോസഫിയുണ്ട് മൂവ് ചെയ്യുന്നത്. അതിനെതിരെ നിൽക്കുന്ന രീതിയിലാണ് ടർക്കിയുടെ പ്രവർത്തനം. അപ്പം അതിന് സപ്പോർട്ടായിട്ടിരിക്കുന്ന ചില രാഷ്ട്രങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഖത്തർ, ഇറാൻ, അങ്ങനെ. അപ്പം അതുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വിസിറ്റോടുകൂടി ഖത്തറിനൊരു കാര്യം പിടികിട്ടി. അവർ ഈ വഹാബിസം, ഇസ്ലാമിക് ഈ സലഫിസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ടർക്കിക്കും കൃത്യമായ വാണിംഗ് ആണ് ഇറാനിൽ കിട്ടിയിരിക്കുന്നത്. ഏത് രീതിയിലാണ് ഇസ്രായേൽ അവരെ അറ്റാക്ക് ചെയ്ത് തൊലച്ചത്. ഇതൊക്കെ നാളെ ടർക്കിയിലുണ്ടാകാം.
ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഭയന്നിരിക്കുകയാണ്, ശരിക്കും ഭയന്നിരിക്കുകയാണ്. ആ ഭയമാണ് ടർക്കി പുറത്ത് പറഞ്ഞ് ഞങ്ങൾ കയ്യും കെട്ടി നോക്കി, കയ്യും കെട്ടി കാലും കെട്ടി നോക്കിയിരിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെ ഞാൻ പറഞ്ഞ, അനുഭവിക്കേണ്ടവൻ അനുഭവിച്ചേ പോകൂ. ഈ ഉറുദുഖാനും ഇതൊക്കെ തന്നെ ആവശ്യമുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ അടുത്ത് ഉറുദുഖാൻ്റെ തലയെടുക്കും. അതിൻ്റെ ചുറ്റും ശത്രുക്കളാണ്, മറ്റുള്ള പല ഇഷ്യൂസ് ഉണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ എല്ലാവരും കൂടെ കയറി അങ്ങ് മേയാനുള്ള സാധ്യത, ഇറാൻ കഴിഞ്ഞ് അടുത്ത ടർക്കി ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല.